ഹലോ ഫ്രണ്ട്സ്, ഇത് ഞങ്ങളുടെ മൂന്നാർ യാത്രയുടെ സെക്കൻഡ് പാർട്ടാണ്. അന്ന് ഞാൻ പറഞ്ഞില്ലേ ഇത്രയും ട്രാഫിക്കിൽ ഞങ്ങൾ വട്ടവട കണ്ടോ ഇല്ലയോ എന്നുള്ളത് ഗസ് ചെയ്യാൻ. ആക്ച്വലി ഞങ്ങൾ വട്ടവട ഇറങ്ങിയില്ല, ബസ്സിൽ കണ്ട കാഴ്ചകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. വട്ടവട ജീപ്പ് ട്രക്കിംഗ് ആണ് ഉണ്ടായിരുന്നത്. അതിന് പോകാൻ നമ്മുടെ കൂട്ടത്തിൽ അധികം ആർക്കും വലിയ ഇൻട്രസ്റ്റ് ഇല്ലായിരുന്നു. ഇത്രയും ഭംഗിയുള്ള സ്ഥലങ്ങൾ നമ്മൾ ബസ്സിലിരുന്ന് മാത്രമാണ് കണ്ടത്. അതുമല്ല, ഞങ്ങൾ അന്ന് ലഞ്ച് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. ഞങ്ങൾ ഇങ്ങനെ കറങ്ങുന്നതല്ലാണ്ട് ഞങ്ങൾക്ക് പ്രോപ്പറായിട്ടൊരു സ്ഥലത്ത് ഇറങ്ങാനോ കഴിക്കാനോ പറ്റിയില്ല. ഒരു 4 o'clock ഒക്കെ അടുപ്പിച്ചാണ് ഞങ്ങൾ ഈ കാണുന്ന സ്ഥലത്തിറങ്ങി ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. അത് കഴിഞ്ഞിട്ട് ആ ഏരിയയിൽ തന്നെ കുറച്ചിങ്ങനെ ഷോപ്പിംഗ് ഒക്കെ ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു. നെക്സ്റ്റ് ഞങ്ങൾ ഇറങ്ങിയത് മാട്ടുപ്പെട്ടി ഡാമിലായിരുന്നേ. ആ സ്ഥലം മാത്രം കുറച്ച് എക്സ്പ്ലോർ ചെയ്യാനും കാണാനും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. ഇവിടെ നിന്ന് നല്ല ഫ്രഷ് ബീട്രൂട്ടും ക്യാരറ്റും ചോക്ലേറ്റ്സും ഒക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നേ. പിന്നെ ഈ കാണുന്നത് പുഴയാണോ നദിയാണോ അങ്ങനെ എന്താണെന്ന് ഒരു പിടിയും ഉണ്ടായിരുന്നില്ലേ. ഇവിടെ എന്തൊക്കെയോ സംഭവിച്ചിട്ടുണ്ട്. ഇനി ഉരുൾപൊട്ടിയതാണോ വെള്ളം കയറിയതാണോ എന്താണെന്നൊന്നും ഒരു ഐഡിയയും ഇല്ല. പിന്നെ ഞങ്ങൾ ഇപ്പോൾ നടക്കുന്നത് മാട്ടുപ്പെട്ടി ഡാമിന് മുകളിൽ കൂടിയാണേ. താലക്കുട്ടി ആശി ചേച്ചിയുടെ കയ്യിലാണേ. ഒരു ചെറിയ മഴയൊക്കെ ഉണ്ടായിരുന്നേ ഈ സ്ഥലത്ത്. ദെൻ ഞങ്ങൾ റൂമിലേക്കാണ് പോയത്. 4 hours അടുപ്പിച്ച് ട്രാഫിക്ക് കിടന്നത് കൊണ്ട് തന്നെ പിന്നീട് വീഡിയോ എടുക്കാനൊന്നും തീരെ മൂടില്ലായിരുന്നു. ഈ കാണുന്നത് നെക്സ്റ്റ് ഡേ ആണ് കേട്ടോ. ഇവിടെ നിന്ന് ഞങ്ങൾ മൂന്നാർ കാണാൻ വേണ്ടി പോവാണേ. വീണ്ടും മഴയൊക്കെ മാറി കുറച്ചെങ്കിലും മഞ്ഞ് കണ്ടത് ഇപ്പോഴാണേ. ഞാൻ മൂന്നാർ വന്നിട്ട് തേയിലത്തോട്ടം മാത്രമാണ് എന്തോ കണ്ടത്. എൻ്റെ ഫോണിൽ നിറയെ തേയിലത്തോട്ടങ്ങൾ മാത്രമേ ഉള്ളൂ. താലക്കുട്ടി ഇതിന് മുകളിൽ കയറ്റി നിർത്തി കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നേ. പക്ഷേ ഞാൻ ഒഴുക്കി ബാക്കി എല്ലാവർക്കും ഇത് കാണാൻ പേടിയുണ്ടായിരുന്നു. എല്ലാവരും എന്നെ വഴക്കം പറഞ്ഞു. അങ്ങനെ ഞാൻ താലക്കുട്ടിയെ താഴെ ഇറക്കി. റോഡ് സൈഡ് ആയതുകൊണ്ട് തന്നെ ഈ തേയിലത്തോട്ടത്തിൻ്റെ ഈ സൈഡെല്ലാം അത്യാവശ്യം നിറയെ പ്ലാസ്റ്റിക് വേസ്റ്റ് ആയിരുന്നേ. അതിനിടയ്ക്ക് നമ്മുടെ ബസ്സിൽ പാട്ടും ഇട്ടു. നമ്മുടെ കൂടെ വന്നവരെല്ലാവരും നല്ല ഡാൻസ് ആയിരുന്നേ. നമ്മുടെ ഡാൻസൊക്കെ കണ്ടിട്ട് ഒരു നോർത്ത് ഇന്ത്യൻ ചേച്ചി കൂടി നമ്മുടെ കൂടെ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നേ. പിന്നെ ഞങ്ങൾ തേയിലത്തോട്ടത്തിനകത്തെല്ലാം പോയി നന്നായി ഫോട്ടോസ് വീഡിയോസ് അങ്ങനെയൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നേ. ഇവിടെ റോഡ് സൈഡിൽ മസാല ഫ്രൂട്ട്സും പോപ്കോണും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നേ. ഞങ്ങളൊരു പോപ്കോണാണ് വാങ്ങിയത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, അത്യാവശ്യം കുക്കായിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ കാണുന്ന സ്ഥലം ഇവിടെ അറിയാണ്ട് പോലും കയറിപ്പോവരുത്. എല്ലാവരും കയറിപ്പോകുന്നത് കണ്ടുള്ള ക്യൂരിയോസിറ്റിയിലാണ് ഞങ്ങളും കയറിപ്പോയത്. സത്യത്തിൽ നല്ല ഭംഗിയായിട്ട് വെക്കേണ്ട ഒരു സ്ഥലമായിരുന്നു. പക്ഷെ ഇവിടെ നല്ല യൂറിൻ്റെ സ്മെല്ലായിരുന്നു. നമ്മൾ കയറി അതേപോലെ തിരികെ പോന്നേ. പിന്നെ ഈ കാണുന്ന സ്ഥലത്ത് അത്യാവശ്യം നല്ല മഞ്ഞും പൂക്കളും ഒക്കെ ഉണ്ടായിരുന്നേ. താലിക്കുട്ടി കുഞ്ഞമ്മമാരുടെ കയ്യിലായിരുന്ന ടൈം ഞാൻ കുറച്ച് പൂക്കളൊക്കെ കളക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതാണ് ഈ കാണുന്നത്. പ്രിയയുടെ മനസ്സിലെ സ്വപ്ന കന്യകൾ കിളിപ്പാട്ട് വീണ്ടും നമുക്കെന്നും ഓർക്കാം. വയൽ മണ്ണിൻ ഗന്ധം നമുക്കെന്നും ചൂടാം. പുത്തിലങ്ങിക്കാട്ടിൽ തൂവേലിൻ നടനം ആർത്തുകൈകൾ കോർത്തു നീങ്ങാം. ഇനിയും തുടർക്കഥ ഇതു നോക്കിക്കേ, മഞ്ഞും മലയും ഒക്കെ ആയിട്ട് നല്ലൊരു പ്ലേ ഗ്രൗണ്ട്. ഇവിടെ കളിക്കുന്ന കുട്ടികളുടെയൊക്കെ ഭാഗ്യമായിരിക്കും അല്ലേ. ഇത് മൂന്നാർ ടൗൺ എന്തുവാണെന്ന് തോന്നുന്നു. ഞാൻ പ്രോപ്പറായിട്ട് സ്ഥലം നോക്കിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഞങ്ങൾ മഞ്ഞ് കണ്ടിട്ട് ഒരു സ്ഥലത്ത് ഇറങ്ങിയതാണ്. അത്യാവശ്യം നല്ല മഞ്ഞുണ്ടായിരുന്നു. അത് കണ്ടിട്ടാണ് ഇറങ്ങിയത്. പക്ഷെ നമ്മൾ ഇറങ്ങിയ പടേ നല്ല മഴ പിടിച്ചു. എല്ലാ പേരും മഴ നനഞ്ഞ് ഓടേണ്ടി വന്നു. പിന്നെ ഞങ്ങളൊരു ചോക്ലേറ്റ് ഫാക്ടറിയിൽ വന്നിട്ടുണ്ടായിരുന്നേ. ഇവിടെ നല്ല ഫ്രഷ് ചോക്ലേറ്റ് ആണെന്നൊക്കെയാണ് പറയുന്നത്. ഇവിടുന്ന് കുറേ അധികം മേടിച്ചിട്ടുണ്ടായിരുന്നേ. നല്ല ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് ചോക്ലേറ്റ് കണ്ട സന്തോഷമാണ് താലക്കുട്ടി കാണിക്കുന്നത്. ഇനി ഞങ്ങൾ ആനസവാരി കാണാൻ കൂടി ഇറങ്ങിയായിരുന്നേ. ഇവിടെ അഡൽട്സിന് 800 rupees കുട്ടികൾക്ക് ഫ്രീയുമായിരുന്നേ. പക്ഷേ ഞങ്ങളുടെ കൂട്ടത്തിൽ ആരും ആനസവാരിക്ക് പോയില്ല. താലക്കുട്ടി അത്യാവശ്യം നന്നായി കരഞ്ഞു കേട്ടോ ആനപ്പുറത്ത് കയറണമെന്ന്. പിന്നെ ഞാൻ തൽക്കാലം മസാല പൊട്ടറ്റോ മേടിച്ച് അഡ്ജസ്റ്റ് ചെയ്തു. അപ്പോൾ ഇനി ഞങ്ങൾ തിരികെ വീട്ടിലേക്കാണ്. ബസ്സിൽ അത്യാവശ്യം നല്ല പാട്ടും ബഹളമൊക്കെ ആയിരുന്നേ എല്ലാവരും. പിന്നെ താലക്കുട്ടി ഫുൾ ടൈം എൻ്റെ മടിയിലായിരുന്നു ഇരുന്നത്. താലക്കുട്ടിക്ക് ഒരു പ്രത്യേക സീറ്റ് വേണമെന്നുള്ളത് എനിക്ക് ഈ യാത്രയിലാണ് മനസ്സിലായത്. കാരണം എൻ്റെ കാല് അത്യാവശ്യം നന്നായി നീരടിക്കുകയും വേദന വരികയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളുടെ 2 ദിവസത്തെ മൂന്നാർ ട്രിപ്പ് കഴിഞ്ഞു. അപ്പോൾ അത്രയേ ഉള്ളൂ. ടാറ്റാ ബൈ.